ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ നമ്മുടെ ശ്രീ ആണെങ്കിലോ നമ്മുടെ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അവിടെ വെച്ചിട്ട് പോവാട്ടോ. മറ്റൊന്നല്ല, അതിനുള്ളിലൊരു സ്വർണ്ണ കോയിൻ തന്നെയായിരുന്നു കേട്ടോ. അതിന് ശേഷം തന്നെ പെട്ടെന്ന് ശ്രീ അങ്ങോട്ട് മാറുന്നുണ്ട്. വിവേക് വരുമ്പോഴത്തേനും ആ വിവേകാണോ വന്നത്, പിന്നെ ഈ ഗിഫ്റ്റ് വിവേകാണോ എനിക്ക് തന്നത്. പക്ഷേ വിവേകിനറിയാം അത് താനല്ല തന്നതെന്ന്. പക്ഷേ അയാൾ ആരാണെന്ന് വിവേകിനപ്പം മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് വർഷയോട് പറയുകയും ചെയ്തു. അതിനുശേഷം തന്നെ ഇതെന്താ വിവേക്, ഇതൊരു ഗോൾഡ് കോയിൻ അല്ലേ, ഏകദേശം 1 പവൻ്റെ അടുത്ത് എന്തായാലും വരും. ഇത്രയും വിലപിടിപ്പുള്ളതൊക്കെ എനിക്ക് വാങ്ങിത്തരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടെന്നല്ലേ പറയുള്ളൂ എന്നും പറയുന്നു കേട്ടോ. പക്ഷേ ഇതിനെല്ലാം മറുപടി പറയാനായിട്ട് വിവേകിന് അറിയില്ല. വിവേകിൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആരാണത്? ഞാൻ മുഖം വ്യക്തമായി കണ്ടില്ല. ആരാണ് ഈ ഗോൾഡ് കോയിൻ കൊടുത്തത് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം തന്നെ ശ്രീനാഥ് അപ്പുറത്ത് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. പാവം ശ്രീക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. വിവേക് താനാണ് കൊടുത്തതെങ്കിലും വിവേകിൻ്റെ പേരാണല്ലോ അവിടെ പറഞ്ഞത്, അവൾ അതല്ല മനസ്സിലാക്കിയതെന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ ഒരാശ്വാസം, അവൾ അത് സ്വീകരിച്ചല്ലോ എന്ന്. അതിനുശേഷം തന്നെ വിവേകിൻ്റെ ഇതിനേക്കാൾ നല്ലൊരു സമ്മാനം ഞാൻ തരുന്നതാണെന്ന് പറഞ്ഞിട്ട് വർഷാക്കത്തേക്ക് പോകുന്നു. പിന്നീടും ഇതിപ്പോൾ രാഹുലായിരിക്കുമോ അഞ്ജുവിന് കൊടുത്തത്, അതോ മറ്റേ ഗേൾസിന് ആരെങ്കിലും കൊടുത്തതായിരിക്കുമോ? വർഷയ്ക്ക് കൊടുത്തതാണെന്ന് എന്താ അത്ര ഉറപ്പ്? വർഷയ്ക്കാവില്ല. അതാരാണ്, എവരാണ് എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാഹുലിനെ വിളിച്ചൊന്ന് ചോദിക്കാമെന്ന് വിളിക്കുമ്പോൾ രാഹുലിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണേനും. അതിനുശേഷം തന്നെ ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണം. പിറ്റേ ദിവസം കണി കാണാനായിട്ടോ വർഷയും അഭിയും അഞ്ജുവും കൂടി. പക്ഷേ നമ്മുടെ അഭിക്കാണെങ്കിലോ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഈശ്വര ഇന്ന് ശ്രീ ഇങ്ങോട്ട് വരരുത്, അവർ രണ്ടുപേരും കണ്ടുമുട്ടരുത് എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രീ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അഭി. അതിനുശേഷം തന്നെ എല്ലാവരും എന്തായും നമുക്ക് ആർച്ചക്കുട്ടീനെ എത്രയും പെട്ടെന്ന് കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ടുവരിക കേട്ടോ. അഞ്ജുവും വർഷയും കൂടി പെട്ടെന്ന് തന്നെ അഭിക്ക് പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക ശ്രീ വരരുതെന്ന്. അങ്ങനെ ആർച്ചയെ കണി കാണിച്ച് കൈനീട്ടം എല്ലാവരും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് അഭിയുടെ ഫോണിലേക്ക് ശ്രീജിത്ത് എന്ന നമ്പറിൽ കോൾ വരുന്നു. അങ്ങനെ അത് അഞ്ച് പോയി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും തട്ടുകടയിലെ ക്രഷാണ് വിളിക്കുന്നത്, വിഷു ആശംസിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോഴത്തേനും ഫോണിലൂടെയെങ്കിലും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണേ അഭി എന്ന് വർഷ പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായി വക്കീലെ, വിഷുവൊക്കെ എവിടെ വരെ എത്തിയെന്ന് പറയുന്നു. നന്നായിട്ട് പോകുന്നു. പിന്നെ ശ്രീ ഇങ്ങോട്ട് വരണ്ട, വിവേകും അതുപോലെ തന്നെ വർഷയും നല്ല സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം മുടക്കാൻ ശ്രീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, പക്ഷെ ഞാൻ വിചാരിച്ച കാര്യം അവിടെ നടത്തിയിട്ടാണ് വന്നതെന്ന് പറയുന്നു. എന്ത് ശ്രീ, രാവിലെ തന്നെ ഞാൻ വർഷയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ ഞാനാണ് കൊടുത്തതെന്ന് അവൾക്കറിയില്ല, വിവേകാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ഗിഫ്റ്റ് അവൾ സ്വന്തം മനസ്സ് അറിഞ്ഞ് തന്നെ സ്വീകരിച്ചത് ഞാൻ കണ്ടതുമാണ്. ഒരു പക്ഷേ ഞാൻ കൊടുക്കാൻ വിചാരിച്ച ജീവിതമാണല്ലോ വിവേക് അവൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കാൻ വിചാരിച്ച സമ്മാനവും വിവേക് തന്നെ കൊടുക്കട്ടെ, അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് ശ്രീ ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ വിവേകാണെങ്കിലോ ഇതാരാണ് കൊടുത്തതെന്ന് അറിയാനുള്ള ടെൻഷനിൽ അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. രാഹുലിനെ വിളിച്ചതിന് ശേഷം തന്നെ സംസാരിക്കുന്നുണ്ട്. രാഹുലാണെങ്കിലോ ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല, കൊന്നപ്പം മേടിച്ച് കൊണ്ടുവരാത്തതിന് തന്നെ അഞ്ചു എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം എന്നെൻ്റെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇന്ന് രാവിലെ ഞാൻ വന്നിട്ടില്ല. എന്നാൽ പിന്നെ രാഹുൽ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പോര്, നമുക്ക് ഇവിടെ തന്നെ ആഘോഷിക്കാം വിഷു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ബ്രോയുടെ മമ്മി പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ എന്തായാലും വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുലും അല്ല ഇത് ചെയ്തത്, പിന്നെ ഇത് ആരായിരിക്കും? ആ ഒരു ചിന്തയിൽ തന്നെ വിവേക് നിൽക്കുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലോ ആർച്ചക്കുട്ടിയെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശിവയാണ് അവിടെ ഇല്ല. കാരണം ശിവയാണെങ്കിൽ ഇപ്രാവശ്യം ഷാർമിളയുടെ കൂടെയാണ് വിഷു ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ശിവയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നീ ഇല്ലാത്ത കുറവ് ഞങ്ങൾക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായി വിഷു ആഘോഷമൊക്കെ? അമ്മ അതവിടെ പായസം വരെ വെച്ച് കഴിഞ്ഞു, ഞങ്ങളാണെങ്കിൽ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇനി നേരെ ലഞ്ചിലേക്ക് പോവാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും സന്തോഷമായിട്ടിരിക്കെ, താനും സാരിയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ അയക്കണേ എന്ന് പറയുന്നു. തീർച്ചയായും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും അവളില്ലാത്തൊരു വലിയൊരു വിടവ് തന്നെയാണ്. അത് കൊണ്ട് കാര്യമില്ല. ഇപ്രാവശ്യം ഷാർമിള ആൻറ്റിയുടെ കൂടെ വിഷു ആഘോഷിക്കട്ടെ, പാവമല്ലേ നമ്മുടെ ശിവ, ഇത്രയും കാലം അവൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമല്ലേ അതെന്ന് പറയുന്നു. നമ്മുടെ വിഷമമൊന്നും അതിലൊന്നുമല്ല എന്ന രീതിയിലൊക്കെ വർഷ പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ
നമ്മുടെ മല്ലിക അക്കയോട് വസുന്ധര പറയുന്നുണ്ട്, നിൻ്റെ ഉടായ്പ പരിപാടിയൊന്നും ഇന്ന് നടക്കില്ല. അടിപൊളി സദ്യ ഉണ്ടാക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിക്കൊണ്ടുള്ള ഭക്ഷണമൊന്നും വേണ്ട. പരിപ്പ് മുതൽ നമ്മുടെ പായസം വരെ വെക്കണമെന്നും പറയുന്നുണ്ട്. അതെന്തിനാണ് മേഡം ഇവിടെ വെക്കുന്നത്? ധനം സാറാണെങ്കിൽ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും. വിവേക് സാറാണെങ്കിൽ ജാൻസി വില്ലയിലേക്കും പോകും. പിന്നെ നമ്മൾ രണ്ടുപേരും. അപ്പോഴത്തേനും അവിടുത്തെ പെൺകുട്ടികളെ പോയി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറികളൊക്കെ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ടേസ്റ്റോടുകൂടി കഴിക്കാമല്ലോ എന്ന് പറയുന്നു. വിഷു എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? ഈ ഒരു വർഷം നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ടും അവിടുത്തെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം മുഴുവൻ അങ്ങനെയായിരിക്കും. സമ്പൽ സമൃദ്ധിയുടെയാണ് നമ്മുടെ വിഷു. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. നിൻ്റെ ഉടായ്പ പരിപാടിയൊന്നും നടക്കില്ല. പെട്ടെന്ന് പോ എന്ന് പറയുന്നു. ആ സമയത്താണെങ്കിൽ ഒരു പാട്ടൊക്കെ വെക്കുന്നുണ്ട്. ആരാണ് ഇങ്ങനത്തെ ഒരു പാട്ട് വെച്ചിരിക്കുന്നത്? ഭക്തിഗാനം വെക്കാതെ എന്ന് പറഞ്ഞിട്ട്, നീയാണോടാ? ഞാനൊന്നല്ല, പുറത്ത് ആരെങ്കിലും പിരിവിന് വന്നതായിരിക്കും. പോയി നോക്കുമ്പോൾ ഉണ്ടോ നമ്മുടെ ആർച്ചക്കുട്ടി കൃഷ്ണവേഷമൊക്കെ കെട്ടി നിൽക്കുന്നു കേട്ടോ. ഇത് കാണുന്ന വസുന്ധരയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മോളാണോ, നിങ്ങളാണോ ഇതിനൊക്കെ പിന്നിലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നു. പിന്നെയും നമ്മുടെ മല്ലികയൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്, മേഡം എനിക്ക് കൈനീട്ടം നിനക്കല്ലേ ഞാൻ ആദ്യം തന്നതെന്ന് പറയുമ്പോൾ, ഇത് നിന്റെ തുമ്പിക്കുള്ളതാണ്, ഇനി എന്നോട് ചോദിക്കരുതെന്ന് പറയുന്നു കേട്ടോ. കൈനീട്ടൊക്കെ ഒരു വട്ടേ വാങ്ങാൻ പാടുള്ളൂ. അതിന് ശേഷം തന്നെ മോൾക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് വിവേക്. മമ്മി തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇത് മോളെ ഞാൻ തന്നെ ഇടിച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നു. എന്തായാലും ആൻറ്റിയുടെ സ്വഭാവം എങ്ങനെ മാറിയെന്ന് അഞ്ച് പറയുന്നുണ്ട്. നമുക്ക് വട്ടായതാണോ അതോ ആൻറ്റിക്ക് വട്ടായതാണോ? വിവേക് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഒരു അടക്കം പറഞ്ഞ് കോമഡി പറയുന്നതെന്ന് പറയുന്നു. അല്ല, മേഡത്തിൻ്റെ ഈ ഒരു സ്വഭാവം മാറുന്നത് ഞങ്ങൾ ഒരിക്കലും തന്നെ വിചാരിച്ചതുമില്ല വിവേകെ, അതാണ് ഈ പറയുന്നത്. അങ്ങനെ ആ ഒരു പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആർച്ചക്കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സന്തോഷത്തോടു കൂടി തന്നെ ഇവൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. വിവേക് സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. അല്ലെങ്കിലും വിവേകേട്ടൻ്റെ സെലക്ഷൻ എന്നാണ് മോശമായിട്ടുള്ളതെന്ന് അഭി പറയുന്നു കേട്ടോ. എല്ലാം അടിപൊളിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അപ്പം മല്ലികയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പോയിട്ട് സദ്യ ഒരുക്കാനായിട്ട് പറയുന്നു. അപ്പോഴത്തേനും അപ്പോൾ വർഷയും പറയുന്നുണ്ട്, നമുക്കും പോയി സദ്യ ഒരുക്കാം. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, സമയം വഴുകുമല്ലോ. ആ സമയത്ത് എന്തായാലും മോളെ തരാൻ പറയുന്നുണ്ട്. മോളെന്തായാലും ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കോളാനായിട്ട് വിവേക് പറയുമ്പോൾ, ഇല്ല മോള് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതല്ല, മോളെ ഞങ്ങൾക്ക് നോക്കാൻ അറിയുമെന്ന് വസുന്ധരയും പറയുന്നുണ്ട്. മല്ലികയാണെങ്കിലോ മോളെ നോക്കാൻ നല്ല സിമ്പിളാണ്. ഒരു ഫോൺ എടുത്ത് അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ പാട്ടിന് സന്തോഷിച്ചോളും. നമുക്ക് നമ്മുടെ പാട്ടിന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ, ഇവിടുത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് നല്ല ഐഡിയ ഒന്നും അല്ല. കാരണം കുട്ടികളെ വഷളാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫോൺ ഉപയോഗം. അത് നമ്മുടെയൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിലങ്ങ് കൊടുക്കും. എന്നിട്ടോ കുട്ടികളാണെങ്കിൽ അത് കണ്ട് വഷളാവും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. വർഷ പറയുന്നുണ്ട്, ഞാൻ മോളൊത്ത് കളിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാറില്ല. അവളുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കും. പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടൊക്കെയാണ് വർഷ ഭക്ഷണം കൊടുക്കുന്നത് മോൾക്കെന്ന് വിവേക് പറയുമ്പോഴത്തേനും അത് തന്നെയാണ് വേണ്ടതെന്ന് വസുന്ധരയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൂടി സന്തോഷമാവുന്ന ഒരു അടിപൊളി വിഷുവാണ് കേട്ടോ. പക്ഷേ ശ്രീകാന്തിന് മാത്രം തന്നെ വളരെയധികം സങ്കടമുണ്ട്. തൻ്റെ വർഷയെ നഷ്ടപ്പെട്ടു പോയ ആ പാവം ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.